Probability of an event E. There is a general formula. In the last class we have discussed about event, sample space, etc. Let S be the sample space and E be an event. Then what will be the number of elements in the sample space? That is taken as N. Sample space il etra elements undu. For example, when we toss 2 dice at a time, we know that there will be 36 elements. That is 1, 1, 1, 2, 1, 3 and so on. There will be 36 elements. Generally, we are taking n of s is equal to n. And in the event, what is event? Subset of a sample space. N of e is equal to m. Now, sample space n elements, event m elements assume cheyam. Then what will be the probability of that event E? P of E means m divided by n. This divided by this. എപ്പോഴും ഡിനോമിനേറ്ററിൽ സാമ്പിൾ സ്പേസിൻ്റെ എലമെൻറ്റ്സ് നമ്പർ ഉണ്ടാവണം. m divided by n. അപ്പോൾ വാട്ട് ഇസ് P of E? P of E is equal to m by n. Suppose that ഇവൻറ്റ് n തന്നെയാണെന്ന് വിചാരിച്ചു. ഇവൻറ്റിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് n തന്നെയാണെന്ന് വെച്ചോ. ദാറ്റ് ഈസ് ബോത്ത് സാമ്പിൾ സ്പേസ് ആൻഡ് event are same ആണെന്ന് വെച്ചോ. അപ്പോൾ രണ്ടിലും ഇത് തന്നെയാണെങ്കിൽ ഇത് തന്നെ ഉണ്ടാവും. സോ വാട്ട് വിൽ ബി P of E? P of E means S n അല്ലേ. അപ്പോൾ P of E means P of S. That is what m by m or n by n. So answer will be 1. That is probability of sample space is equal to 1. അപ്പോൾ പഠിച്ചു നോക്കണം. P of S is equal to 1. അപ്പോൾ probability will be maximum when we got answer as 1. ഈ ചാപ്റ്ററിൽ പ്രോബിലിറ്റി ചാപ്റ്ററിൽ എപ്പോഴും ആൻസർ മാക്സിമം 1 ആയിരിക്കും. ഒരു പ്രോബ്ലം ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ 1.5 ആണെങ്കിൽ ദാറ്റ് ഈസ് ഫോൾസ്. ബിക്കോസ് ആൻസർ ഒരിക്കലും 1ൽ എക്സീഡ് ആവില്ല. മാക്സിമം 1 വരെ. അതുപോലെ മിനിമം പ്രോബിലിറ്റി എപ്പോഴും 0 ആയിരിക്കും. പ്രോബിലിറ്റി നെഗറ്റീവ് ഉണ്ടാവില്ല, 0 ആയിരിക്കും. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് അൻ ഇവൻറ്റ് ഈസ് ഓൾവേസ് ലൈൻ ബിറ്റ്വീൻ 0 ആൻഡ് 1. 0ക്കും 1നും ഇടയിലായിരിക്കും ആൻസർ ഉണ്ടാവുക, ഇൻക്ലൂഡിങ് 0 ആൻഡ് 1. 0 1 ഇൻക്ലൂഡ് ആവും. Let A be an event. Then what is probability of A complement? Probability of A complement എന്ന് വെച്ചാൽ A വരാണ്ടിരിക്കാനുള്ള പ്രോബിലിറ്റി P of A complement. എന്താ അതിൻ്റെ മീനിങ്? 1 minus P of A. 1 എന്ന് A വരേണ്ട പ്രോബിലിറ്റി മൈനസ് ആക്കിയാൽ മതി. അത് A കോംപ്ലിമെൻറ്റും എയും ചേർന്നാൽ എസ് കിട്ടും അല്ലേ. എയും എ മീൻസ് എയിലുള്ള എലമെൻറ്റ്സ്, എ കോംപ്ലിമെൻറ്റ് എയിലില്ലാത്ത ബാക്കി തേച്ചു. അപ്പോൾ എയിലുള്ളതും എയിലില്ലാത്ത ബാക്കി ദേശം ചേരുമ്പോൾ എന്താവും? സാമ്പിൾ സ്പേസ് ആവും. അപ്പോൾ P of A കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ സാമ്പിൾ സ്പേസിൻ്റെ പ്രോബിലിറ്റിയിൽ നിന്ന് എയുടെ പ്രോബിലിറ്റി മനസ്സാക്കിയാൽ മതി. ദാറ്റ് P of A കോംപ്ലിമെൻ്റ് മീൻസ് 1 minus P of A. ഇതൊക്കെ ഓർത്തിട്ട് പോകണം. പ്രോബ്ലംസ്. A coin is tossed thrice. What is the probability that at least 2 tails occurs? Exactly 2 tails occurs. ഇപ്പോൾ എ കോയിൻ ഈസ് ടോസ് ത്രൈസ്. ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടു ദിസ് ഈസ് എ സാമ്പിൾ സ്പേസ്. വാട്ട് ഇസ് എ പ്രോബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 2 tails occurs? അറ്റ്ലീസ്റ്റ് ഈവൺ എന്ന് പറയാം. അറ്റ്ലീസ്റ്റ് 2 tails occurs. അപ്പോൾ P of E1, ഇവിടെ P of E1 എന്ന് എഴുതണേ. P of E1 ഈസ് ഈക്വൽ ടു അറ്റ്ലീസ്റ്റ് 2 tails എന്ന് വെച്ചാൽ ചുരുങ്ങിയത് 2 tails. അതിൽ കൂടിയ പ്രശ്നമില്ല. ചുരുങ്ങിയത് 2 tails. ഇത് പറ്റില്ല, കാരണം ഇതിൽ ടൈൽസേ ഇല്ല. ഇതും വേണ്ട. അറ്റ്ലീസ്റ്റ് 2 വേണം. ഒരു 1 ഉള്ളൂ, 1 ടൈലേ ഉള്ളൂ. ഇത് വേണ്ട, ഇതും വേണ്ട. ഇതൊക്കെ അറ്റ്ലീസ്റ്റ് 2 tails. ഇതൊക്കെ HTT ഓക്കെ. ഇത് THT 2 tails ഉണ്ട്. ഇതൊക്കെ TTH ഇതൊക്കെ TTT ഇതുമൊക്കെ. ബിക്കോസ് വാട്ട് അറ്റ്ലീസ്റ്റ് 2 tails. ചുരുങ്ങിയത് കുറഞ്ഞത് 2 tails. അതിൽ കൂടിയ പ്രശ്നമില്ല. So how many numbers? 1, 2, 3, 4. So in this event E1 there are 4 elements. 1, 2, 3, 4. So our formula event elements m ഉണ്ടെങ്കിൽ that m divided by, so here 4 divided by sample space n അല്ലേ. sample space n, sample space 1, 2, 3, 4, 5, 6, 7, 8. So 4 by 8. So answer is 1 by 2. Next question is what? E2. I mean exactly 2 tails occurs. Exactly 2 tails means കൃത്യം 2 tails. 2 tails കൃത്യം ഉണ്ടാവണം. ഇത് വേണ്ട. This is not correct. This is not correct. It is not correct. This is okay. HTT. This is okay. This is okay.
ഇത് വേണ്ട, എക്സാക്ട്ലി 2 ടൈംസ് ഇത് വേണ്ട. ഇത് 3 ടൈംസ് ഉണ്ട്. അപ്പോൾ ആർക്ക് വന്ന് HTT, THT, TTT. So answer is what? 3/5. ഇവിടെ P of probability of E2. P of E2 എഴുതി നോക്കണം. Given P of A is equal to 3/5 and P of B is equal to 1/5. Find P of A or B if A and B are mutually exclusive events. What is mutually exclusive? Their common part is 0. So A intersection B equals 5 ആണെങ്കിൽ A and B are mutually exclusive. So in the first chapter we had a formula n of A and B is equal to n of A plus n of B minus n of A intersection B. അപ്പോൾ അത് നമുക്ക് പ്രോബിലിറ്റിയിലും പറയാം. P of A and B is equal to P of A plus P of B minus P of A intersection B. ഇത് പഠിച്ചു നോക്കണം. Here P of A is equal to 3/5. P of B is equal to 1/5. Find P of A or B. A or B നമ്മൾ നേരത്തെ പറഞ്ഞു. A union B ലാസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞു. A union B. What is A union B? P of A plus P of B minus P of A intersection B. What is P of A? That is given as 3/5 plus P of B 1/5 minus P of A intersection B. That is 0. Null settle 0. So answer is 4/5. A coin is tossed 3 times. Consider the following events. There are 3 events A, B and C. What is A? No head appears. Head ഒന്നുമില്ല. 3 coins toss ചെയ്യുന്നുണ്ട്. അപ്പോൾ A means head ഇല്ല. B exactly 1 head appears. ഒരു ഹെഡ്. എന്താണ് C? At least 2 heads appear. 2 head. Do they form a set of exhaustive events? അപ്പോൾ ആദ്യം നമുക്ക് ഇവൻ്റ് നോക്കാം. what is sample spaces? There will be 8 elements. നേരത്തെ കണ്ട പോലെ 3 ടൈംസ് ചെയ്യുമ്പോൾ ഇതാണ് സാമ്പിൾ സ്പേസ്. what is a ഹെഡ് ഇല്ല, ഹെഡ് എ ഇല്ല, ഹെഡ് എയിലേക്ക് TTT മാത്രം. what is B? exactly 1 head appear. ഒരു ഹെഡ് മാത്രം, ഇതൊന്നും വേണ്ട. yes it is 1. ഇത് വേണം. THT, this is okay. HTT, TTH 1 head എടുത്തു. ഓക്കെ. what is C? at least 2 heads appears. at least 2 head എന്ന് വെച്ചാൽ 2 ഹെഡ് ഉണ്ടാവാൻ അതിൽ കൂടുതൽ പ്രശ്നമുള്ളൂ. അപ്പോൾ ഇത് ഓക്കെ. then what is do they form a set of exhaustive events? എന്താ exhaustive? ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. exhaustive എന്ന് വെച്ചാൽ അതിൻ്റെ യൂണിയൻ എടുത്താൽ സാമ്പിൾ സ്പേസ് കിട്ടണം. ഈ ആൻസർ കിട്ടണം, ഇത് കിട്ടണം. that is A യൂണിയൻ B യൂണിയൻ C മീൻസ് ഇതെല്ലാം യൂണിയൻ ആക്കുന്നത്. this union, this union, this. അപ്പോൾ എന്തായാലും സാമ്പിൾ സ്പേസ് കിട്ടുന്നത്. therefore exhaustive events. Next question. A box contains 10 red, 20 blue and 30 green marbles. 10 red, 20 blue and 30 green marbles. 5 marbles are drawn from the box. What is the probability that all will be blue? അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് നമ്മൾ കണ്ടുകൂട്ടി റാൻഡമായിട്ട് നോക്കാതെ 5 marbles എടുക്കുന്നു. 5 മാർബിൾ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് 5 റെഡ് ആവാം, ചിലപ്പോൾ കുറച്ച് റെഡും കുറച്ച് ബ്ലൂ ഉണ്ടാവാം, ചിലപ്പോൾ കുറച്ച് റെഡ് കുറച്ച് ബ്ലൂ കുറച്ച് ഗ്രീൻ ഉണ്ടാവാം, ചിലപ്പോൾ ഗ്രീൻ മാത്രമായിരിക്കും, അങ്ങനത്തെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ക്വസ്റ്റൻ പറയുന്നത് ഓൾ വിൽ ബി ബ്ലൂ, എല്ലാം ബ്ലൂ ആണ്. പ്രോബിലിറ്റി ഓഫ് ഓൾ വിൽ ബി ബ്ലൂ. അപ്പോൾ നമ്മൾ ഇത്ര നോക്കാനുള്ളൂ. ഹൗ മെനി ബ്ലൂസ് ആർ ഹിയർ? 20 ബ്ലൂസ്, 20. ഹൗ മെനി മാർബിൾസ് ആർ ടേക്കൺ ഔട്ട്? 5 മാർബിൾസ്. ഇനി ഹൗ മെനി വേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ ചാപ്റ്റർ. Out of 20 marbles, we can choose 5 marbles in how many different ways? 20C5. അല്ലേ? സോ നമ്മുടെ ഇവൻറ്റിൽ 20C5 ഉണ്ടാവും. എന്തുകൊണ്ട് 20 വന്നത്? there are 20 marbles. എത്ര മാർബിൾ എടുക്കുന്നുണ്ട്? 5. 20C5 ഡിവൈഡ് ബൈ എനി. അപ്പോൾ ഇതാണ് ഇവൻറ്റ്. ഇനി അടിയിലെപ്പോൾ സാമ്പിൾ സ്പേസ് വരണം. വാട്ട് സാമ്പിൾ സ്പേസ്? ടോട്ടൽ എത്രയാണ്? 10 + 20 + 30 60. ടോട്ടൽ 60 ആണ്. എത്ര മാത്രം എടുത്തത്? 5. സോ 60C5. അപ്പോൾ ഇതാണ് എൻ്റെ പാറ്റേൺ. ഓക്കെ. 20C5 ഡിവൈഡ് ബൈ 60C5. ഇതാണ് നമ്മുടെ ഹയർ സെക്കൻഡറിയിൽ പ്രോബിലിറ്റിയിൽ വരുന്ന മാറ്റം. 10th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ 20C1 അന്ന് C എന്നൊന്നും പറഞ്ഞിട്ടില്ല, 20 എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഡിവൈഡ് ബൈ 60. അപ്പോൾ ഇവിടെ 5ന് പകരം 1 മാർബിൾ എന്നാണെങ്കിൽ 20C1 ഡിവൈഡ് ബൈ 60C1 വരും. വി നോ ദാറ്റ് 20C1 മീൻസ് 20. ഇപ്പോൾ C എന്ന് പറയേണ്ട ആവശ്യമില്ല. 60C1 മീൻസ് 60. സോ 20/60. ഇപ്പോൾ 10th ക്ലാസ്സിൽ 20/60 എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ 2 മാർബിൾസ് പുറത്തേക്ക് എടുക്കുമ്പോൾ 20C2, 3 മാർബിൾസ് എടുക്കുമ്പോൾ 20C3. അപ്പോൾ അതാണ് നമ്മൾ +1ലുള്ള മാറ്റം. 10th ക്ലാസ്സും +1 തമ്മിലുള്ള മാറ്റം ഇതാണ്. കോമ്പിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ +1 പഠിച്ചുകൊണ്ടാണ് ഈ ഫോമിലേക്ക് വരുന്നത്. ഓക്കെ.
എഴുതി പാട്ട് ചെയ്ത പോലെ ചെയ്യാം. വാട്ട് ഇസ് 20C5 ഫോർമുലയിൽ NCR n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ n മൈനസ് r ഫാക്ടോറിയൽ അങ്ങനെ അന്നെങ്ങനെയാണ് പഠിച്ചത് അതേപോലെ ചെയ്യുക. അതല്ലെങ്കിൽ 20C5 എന്ന് സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആൻസർ കിട്ടും. യു ക്യാൻ യൂസ് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഇൻ എക്സാമിനേഷൻ ഹാൾ ഓൾസോ. സോ you arrange a scientific calculator and type and press 20C5, you will get the answer. Divide by 60C5. Okay. So these are the steps when finally you will get the answer. എന്തായാലും ഈ പരീക്ഷയ്ക്ക് ഇത്ര ചെയ്താലും മതി, ഫുൾ മാർക്ക് ഉണ്ടാവും. ഇത്ര ചെയ്താലും മതി. അപ്പോൾ കാൽക്കുലേറ്ററിൽ ബാക്കി ആൻസർ കാണുമോ, അല്ലെങ്കിൽ മേലെ ഇതുപോലെ ചെയ്ത് പോവുക. ലാസ്റ്റ് ഇതൊക്കെ മൾട്ടിപ്പിളാക്കി ഡിവൈഡ് ചെയ്ത് നോക്കുക. സോ ഫൈനൽ ആൻസർ കിട്ടും. കിട്ടുന്ന ആൻസർ മാക്സിമം 1 ആയിരിക്കും, 1ൽ കൂടാൻ പാടില്ല, നെഗറ്റീവ് ഒന്നും വരില്ല. നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ് വാട്ട് അറ്റ്ലീസ്റ്റ് 1 വിൽ ബി ഗ്രീൻ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 5 മാർബിൾസ് ഔട്ട്സൈഡ് എടുത്താൽ 1 ഗ്രീൻ ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും ഗ്രീൻ ഉണ്ടാവണം. എല്ലാം റെഡ് ആവാൻ പാടില്ല, എല്ലാം ബ്ലൂ ആവാനും പാടില്ല, എല്ലാം വേണേൽ ഗ്രീൻ ആവാം. 1 ഗ്രീൻ ആയാലും മതി, ബാക്കി 4 വേറെ എന്തെങ്കിലും ആയാലും മതി. സോ അറ്റ്ലീസ്റ്റ് 1 മസ്റ്റ് ബി ഗ്രീൻ. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. അറ്റ്ലീസ്റ്റ് 1 മസ്റ്റ് ബി ഗ്രീൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാവാം? 4 റെഡ് ആവാം, 1 ഗ്രീൻ ആവാം. ഇപ്പോൾ 5 മാർബിൾസ് ആയി. അതല്ലെങ്കിലോ 4 ബ്ലൂസ് ആവാം, 1 ഗ്രീൻ ആവാം. അതല്ലെങ്കിലോ 5 ഗ്രീൻസ് തന്നെ ആവാം. അതല്ലെങ്കിൽ 1 റെഡ് ആവാം, 2 ബ്ലൂ ആവാം, 2 ഗ്രീൻ ആവാം. ദർ വിൽ ബി സെവറൽ കോമ്പിനേഷൻസ്. ഓക്കെ. അപ്പം അറ്റ്ലീസ്റ്റ് 1 വിൽ ബി ഗ്രീൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനൊരു ഈസി വേ ആണ്. P of at least 1 will be green എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ പ്രോബിലിറ്റി 1 ആണ് സാമ്പിൾ സ്പേസിന്. അതിനകത്ത് നിന്ന് P of none is green, ഗ്രീൻ വരാത്തൊക്കെ മനസ്സിലാക്കിയാൽ മതിയല്ലോ അല്ലേ. ഗ്രീൻ വരാത്ത ടോട്ടൽ പ്രോബിലിറ്റിയിൽ നിന്ന് ഗ്രീൻ വരാത്തത് മൈനസാക്കിയാൽ ഗ്രീൻ വന്നത് കിട്ടുമല്ലോ, അറ്റ്ലീസ്റ്റ് ഗ്രീൻ കിട്ടും. അപ്പോൾ ഇത് ഓർത്ത് വെക്കണം. ഈ അറ്റ്ലീസ്റ്റിൻ്റെ പ്രോബ്ലം ഇതാണ് ടെക്നിക്ക്. 1 മൈനസ് P of none is green. നൺ ഈസ് ഗ്രീൻ എന്ന് വെച്ചാൽ ഗ്രീൻ ഇല്ലാത്തത്. 1 എന്ന ഗ്രീൻ ഇല്ലാത്തത് മൈനസ് ആക്കുമ്പോൾ ഗ്രീൻ ഉള്ളത് കിട്ടും. ഓക്കെ. സോ 1 മൈനസ് ഗ്രീൻ നൺ ഈസ് ഗ്രീൻ മീൻസ് ഗ്രീൻ അല്ലാത്തത്. ഗ്രീൻ അല്ലാത്ത എത്ര മാർബിൾ ഉണ്ട്? അപ്പോൾ ഇത് കൂട്ടുണ്ടാവും. 10 + 20 30 ഗ്രീൻ അല്ലാത്ത 30 മാർബിൾസ് ഉണ്ട് അല്ലേ. റെഡും ബ്ലൂ ആയിട്ട് 30 മാർബിൾസ് ഉണ്ട്. സോ ഫ്രം ദീസ് 30 മാർബിൾസ് 5 മാർബിൾസ് ആർ ടേക്കൺ ഔട്ട്. സോ 30C5 ഡിവൈഡ് ബൈ സാമ്പിൾ സ്പേസിന് 60C5. അപ്പോൾ അതങ്ങനെ ചെയ്തിട്ട് പോകാം. ഓക്കെ. സോ യു വിൽ ഗെറ്റ് ആൻ ആൻസർ. യു ക്യാൻ യൂസ് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഓൾസോ. റൈറ്റ്. Then next one, 1 card is drawn from a well shuffled pack of 52 cards. Calculate the probability that the card will be a diamond, not an ace, ace, a black card, not a black card. So firstly we can introduce a packet of playing cards. In a packet of playing cards there will be 52 cards. Out of these 52 cards 26 will be black and 26 will be red. When a playing cards this symbol is heart symbol, heart, that is 13 in number and all the heart cards are red. Playing cards in the packet നോക്കിയാൽ മനസ്സിലാവും. This symbol this symbol is called as diamond cards. Rhombus symbol ആണ് മാത്തമാറ്റിക്സിലെ rhombus symbol and we are calling this as diamond. And there are 13 diamond cards. All the diamond cards are red. പിന്നെ ഈ സിമ്പിൾ കാണാം, അതിനെ ക്ലബ് എന്നാണ് പറയുക, ക്ലബ് എന്ന് പറയും. This is a black card and this type of cards are 13 in number, all are black cards. Then this card, it is spurred and they are in 13 number and all the spurred cards are black. പിന്നെ പ്ലേയിങ് കാർഡ്സ് K എന്ന് കാണാം, അതിന് കിങ് എന്നാണ് പറയുക. 4 കിങ്സ് ഉണ്ടാവും, അതിൽ 2 റെഡ് 2 ബ്ലാക്ക് ആയിരിക്കും. പിന്നെ Q കാർഡ് ഉണ്ടാവും, അതും 4 കാർഡ്സ് ഉണ്ടാവും, 2 റെഡ് 2 ബ്ലാക്ക് ആയിരിക്കും. ജാക്ക്, there will be 4 ജാക്ക് കാർഡ്സ്, 2 റെഡ് 2 ബ്ലാക്ക്. പിന്നെയാണ് എയ്സ്, നമുക്ക് ക്വസ്റ്റനിൽ വേണ്ടത് എയ്സ്. 4 എയ്സ് കാർഡ് ഉണ്ടാവും, അത് സിമ്പിളാണ്, 2 റെഡ് ആണ് 2 ബ്ലാക്ക് കാർഡ്സ്. ഓക്കെ. അപ്പം പ്ലേയിങ് കാർഡ്സ്, കാർഡ് കൊണ്ടുള്ള പ്ലേ അറിയുന്നവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അറിയാത്തവർ ആരും ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ഓഫ് പ്ലേയിങ് കാർഡ്സ് 50 rupees കൊടുത്ത് വാങ്ങിയാൽ ഇതൊക്കെ മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കാം. എന്താണ് ക്വസ്റ്റൻ? 1 card is drawn from a well shuffled pack of 52 cards. Calculate the probability that the card will be a diamond. One out of 52 playing cards, 1 card is taken out
and notice that this card is a diamond card. So how many diamond cards? 13. Out of these 30 diamond cards, we are taking only one card. Therefore, that is 13C1. Okay. 13C1 divided by what is sample space? There are 52 cards. So 52C1. So C1 ആവശ്യമില്ല, അതാണ് 10ാം ക്ലാസ് പഠിച്ച കാര്യം. 13/52. So answer is 1/4. Next question. Not an ace. Ace അല്ല. Ace അല്ലാത്ത എത്ര കാർഡ് ഉണ്ട്? Ace എത്ര കാർഡ് ഉണ്ട്? Ace means 4 cards. അപ്പോൾ ടോട്ടൽ 52 ആണ്. Ace അല്ലാത്തതെന്ന് പറയുമ്പോൾ 48 cards ഉണ്ടാവും. 48C1 divided by 52C1. A black card. How many black cards? 26 black card. So answer is 26C1 divided by 52C1. This is answer. Not a black card. Black അല്ലാത്ത എത്ര കാർഡ് ഉണ്ട്? Black അല്ല red. 26 red card. 26C1 divided by 52C1. So answer is 1/2. Okay. A bag contains 9 discs, of which 4 are red, 3 are blue, and 2 are yellow. These discs are similar in shape and size. അപ്പോൾ എല്ലാം ഒരേപോലത്തെയാണ്, കളർ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. A disc is drawn at random. അതിനകത്ത് നമ്മൾ ഒരു ഡിസ്ക് പുറത്തേക്ക് എടുക്കുന്നത്. A disc. Calculate the probability that it will be red. ആ പുറത്തേക്ക് എടുത്ത് അത് റെഡ് ആവേണ്ട പ്രോബിലിറ്റി. How many reds? 4. So 4C1 by 9C1. 4 plus 3 plus 2 9C1. So answer is 4/9. Yellow ആണെങ്കിൽ how many yellow? 2. 2C1 by 9C1. Answer is this one. Blue ആണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും. Not to blue. Blue അല്ലാത്തത്. Blue അല്ലാത്തത് means റെഡും യെല്ലോവും. that is 6. So answer 6C1 divided by 9C1. Either red or blue. ഒന്നുകിൽ റെഡ് അല്ലെങ്കിൽ ബ്ലൂ. റെഡ് ഓർ ബ്ലൂ മീൻസ് റെഡ് യൂണിയൻ ബ്ലൂ ഓർ തിരിച്ചെഴുതിപ്പോയതാണ്. ബ്ലൂ ഓർ റെഡ് ബോത്ത് ആർ സെയിം. വാട്ട് ഇസ് ഫോർമുല? P of P plus P of R minus P of B ഇന്റർസെക്ഷൻ ആർ. വാട്ട് ഇസ് P of B? അപ്പുറത്തുണ്ട്. P of R അതിലുണ്ട്. P of B ഇന്റർസെക്ഷൻ R മീൻസ് ബ്ലൂ കളറും റെഡ് കളറും ഒന്നും ചില ഡിസ്ക് അതിലില്ല അല്ലേ? 2 പെയിൻറ്റ് അടിച്ച ഒരു ഡിസ്കിൽ 2 പെയിൻറ്റ് ഇല്ല. So that is 0. So final answer 7/9. Next question. 2 students, Anil and Ashima, appeared in an examination. 2 കുട്ടികൾ ഒരു എക്സാമിനേഷനിൽ പോകുന്നുണ്ട്. The probability that Anil will qualify the examination is 0.05. Anil ജയിക്കേണ്ട പ്രോബിലിറ്റി 0.05 and Ashima will qualify the examination is 0.10. ആഷിമയുടെ പ്രോബിലിറ്റി 0.10. The probability that both will qualify the exam is 0.02. ഇപ്പോൾ രണ്ടാളും ജയിക്കേണ്ട പ്രോബിലിറ്റി 0.02. Find the probability that, first question, both Anil and Ashima will not qualify the exam. ആഷിമയും ജയിക്കേണ്ട, അനിലും ജയിക്കേണ്ട. Second one, at least one of them will not qualify the exam. ആരെങ്കിലും ഒരാൾ ക്വാളിഫൈ ചെയ്താൽ മതി. either അനിൽ ഓർ ആഷിമ, ആരെങ്കിലും ഒരാൾ ക്വാളിഫൈ ചെയ്താൽ മതി. അറ്റ്ലീസ്റ്റ് രണ്ടാൾ ക്വാളിഫൈ ചെയ്താലും അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ. ആരെങ്കിലും ഒരാൾ ക്വാളിഫൈ ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ അനിൽ ക്വാളിഫൈ ചെയ്യേണ്ട, അല്ലെങ്കിൽ ആഷിമ ക്വാളിഫൈ ചെയ്യേണ്ട. രണ്ടാളും ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാം. Let us take the event A. Anil qualifies the exam. A complement എന്ന് വെച്ചാൽ Anil is not qualifying the exam അല്ലേ? B, suppose we are taking B. Ashima qualifies the exam. B complement means Ashima is not qualifying the exam. അപ്പം അങ്ങനെ ഇവൻസിന് പേര് കൊടുത്തു. അങ്ങനെ എല്ലാം കൊടുത്തു മാത്രം, എല്ലാം ആവശ്യമില്ല. What is P of A? Anil will qualify the exam means 0.05. അപ്പോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ അതില്ലാത്തത് വെച്ചാൽ 1- ആക്കിയാൽ മതി. ഇതിൻ്റെ ആവശ്യമില്ല, വെറുതെ കൊടുത്തു മാത്രം. P of B എന്ന് വെച്ചാൽ ആഷിമ ക്വാളിഫൈ ആവേണ്ട പ്രോബിലിറ്റി ദിസ് വൺ, ആഷിമ ക്വാളിഫൈ ആകേണ്ടാത്ത പ്രോബിലിറ്റി ദിസ് വൺ. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തത്. പ്രോബിലിറ്റി ബോത്ത് അനിൽ ആൻഡ് ആഷിമ വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാം. ആഷിമയും അനിലും ക്വാളിഫൈ ആകണ്ട, ആഷിമയും ക്വാളിഫൈ ആവണ്ട. അപ്പോൾ ഇതാണ് കോംപ്ലിമെൻറ്റ് ആൻഡ് അയോൺ ഇൻ്റർസെക്ഷൻ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ടു ഡി മോർഗൻസ് ലോ എന്താ? P of A union B ഹോൾ കോംപ്ലിമെൻ്റ് ആണ് P of A കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻ്റ്. സോ ഫസ്റ്റ്ലി വി ക്യാൻ ഫൈൻഡ് A union B. വാട്ട് ഇസ് A union B? P of A plus P of B minus P of A ഇൻ്റർസെക്ഷൻ B. P of A ഇവിടെ ഉണ്ട്, P of B ഇവിടെ ഉണ്ട്. A ഇൻ്റർസെക്ഷൻ B ക്വസ്റ്റനിലുണ്ട്. എന്താ A ഇൻ്റർസെക്ഷൻ B? രണ്ടാളും ക്വാളിഫൈ ആവേണ്ട എത്രയാണ്? 0.02.
അപ്പോൾ അതിനെ കൊടുത്താൽ നമുക്ക് ഈ ആൻസർ കിട്ടി. അതാണ് പി ഓഫ് എ യൂൺ ബി. ബട്ട് വി ഹാവ് ടു ഫൈൻഡ് പി ഓഫ് എ യൂൺ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. അതിൻ്റെ കോംപ്ലിമെൻറ്റ് കാണണം. 1 മൈനസ് ആക്കിയാൽ കിട്ടുന്ന ആൻസർ. ഓക്കെ. ഇനി പി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാം. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ട് 1 മൈനസ് ആക്കിയാൽ മതി. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് എടുത്താൽ മതി. ബോത്ത് വിൽ ക്വാളിഫൈ എക്സാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ എന്ന് പറയുമ്പോൾ 1 മൈനസ് പി ഓഫ് ബോത്ത് ക്വാളിഫൈ. ആ നോട്ട് ഒഴിവാക്കിയാൽ മതി. നേരത്തെ ക്വസ്റ്റൻ പോലെ 1 മൈനസ് പി ഓഫ് എ ആൻഡ് ബി. ഇത് അനിലിൻ്റെയും ആഷിമിൻ്റെയും എ ആൻഡ് ബി. എ ആൻഡ് ബി മീൻസ് എ ഇൻ്റർസെക്ഷൻ ബി. 1 minus a intersection b is taken in the question as 0.02. So our answer is this one, 0.98. Last question. If a and b are even such that p of a 1/4, p of b 1/2 and p of a and b means a intersection b is 1/8. Find a or b means a union b. അപ്പോൾ അതങ്ങനെ ചെയ്ത് പോകാം. That is answer is 5/8. Okay. p of a plus p of b minus p of a intersection b 1/4 plus 1/2 minus 1/8 അങ്ങനെ കിട്ടി. Then next question, p of not a and not b. Not a and not b means what? A complement intersection b complement. നേരത്തെ പറഞ്ഞ ഡി മോർഗൻസ് ലോ കാണാം. അങ്ങനെ that answer is okay. So that is all about this chapter probability. We can stop here. We will meet again. Okay.